വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർസണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. ആർസണൽ 1-0 യുണൈറ്റഡിനെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യത്തെ 3 പോയിന്റുകൾ പ്രീമിയർ ലീഗിൽ സ്വന്തമാക്കി. അപ്പൊ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വളരെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മളിന്ന് കണ്ടത്. പക്ഷേ ആ ഒരു ഫൈനൽ വിജയത്തിന്റെ കടമ്പ കടക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ആർസണൽ 4-3-3 എന്നുള്ള ഒരു ക്ലാസിക് ഫോർമേഷനിലാണ് ഇന്ന് ഇറങ്ങിയത്. സലീബ ഗബ്രിയൽ സെന്റർ ബാക്ക് പെയർ, റൈറ്റ് വിങ്ങില് ബെൻ വൈറ്റ്, ലെഫ്റ്റ് വിങ്ങില് കാലിഫിയറി. ഇപ്പൊ മിഡ്ഫീൽഡ് ത്രയോ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓഡിഗാർഡ് ഉണ്ട്, സുബിമണ്ടി ഉണ്ട്, ലെഫ്റ്റ് വിങ്ങിലായിട്ട് ഡെക്ലൻ റൈസും കളിച്ചു. പുതുതായിട്ട് സൈൻ ചെയ്തിട്ടുള്ള യോക്രേഷ് ഇന്ന് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്നു. വിങ്ങില് സാക്കയും മാർട്ടിനലിയും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. എന്നാൽ യുണൈറ്റഡിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് 3 കളിച്ചത് ഡീലിറ്റ് സെന്റർ ബാക്ക് ആയിട്ടും, ലെഫ്റ്റ് വിങ്ങില് ലുക്ഷ, റൈറ്റ് വിങ്ങില് ലെനിയോറോ. ഇപ്പൊ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ്, കസമീറോ, ലെഫ്റ്റ് വിങ്ങിലായിട്ട് പാട്രിക് ഡോർഗു, അതുകൂടാതെ ഡാലോട്ട് റൈറ്റ് വിങ്ങിൽ ഉണ്ടായിരുന്നു. എംബ്യൂമോ, കൂനിയ, അതുകൂടാതെ മെയ്സൺ മൗണ്ട് അടങ്ങുന്ന ഒരു ത്രയോ ആണ് ഫോർവേഡ് ലൈനപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആർസണൽ സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ഒന്നും അവരുടെ സൈഡിൽ നിന്ന് വന്നില്ല. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആകെ 9 ചാൻസ് എങ്ങാനേ ആർസണൽ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൂ. 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് കൊണ്ടുവന്നു. സെറ്റ് പീസിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കളിയുടെ ഫസ്റ്റ് ഹാഫിൽ കലഫിയറി കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഗോൾ കീപ്പർ ഡിസ്കഷനിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. കാരണം പൊനാന വേണോ അല്ലെങ്കിൽ ബൈന്ദീർ വേണോ എന്നുള്ളൊരു ചോദ്യം അമോറത്തിന്റെ അടുത്ത് മാച്ചിന് ശേഷം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഒനാന അവൈലബിൾ ആയിരുന്നു, ഇഞ്ചറി ഒക്കെ കഴിഞ്ഞ് പുള്ളി സ്ക്വാഡിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ട്രെയിനിങ്ങിലെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ബൈന്ദീറിനെ സെലക്ട് ചെയ്തു എന്നാണ്. അതിന്റെ അർത്ഥം ഒന്നുകിൽ പുള്ളി കറക്റ്റായിട്ട് ട്രെയിനിങ്ങിൽ പെർഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുള്ളി ഫിറ്റ് അല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ ആ ഒരു ഗോള് പുള്ളിക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്. എസ്പെഷ്യലി ആർസണലിന്റെ ടാക്ടിക്കൽ അപ്രോച്ച് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷം ബെൻ വൈറ്റ് ആയിരുന്നു, ഇപ്പൊ സലീബയൊക്കെ അവർ ഗോൾ കീപ്പറെ മാക്സിമം പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഗോൾ കീപ്പർക്ക് വളരെ ക്ലോസ് ആയിട്ട് ആർസണലിന് ഡിഫൻഡേഴ്സ് ഉണ്ടാവും. ഇന്നും സലീബ ബൈന്ദറിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു കൺഫ്യൂഷൻ ആണ് പുള്ളിക്ക് ബോൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയത്. ഫാർ പോസ്റ്റിൽ ഉണ്ടായിരുന്ന കലഫിയറിക്ക് ഈസി ആയിട്ടുള്ള ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഹെഡറിലൂടെ 1-0 ലീഡിലേക്ക് ആർസണൽ എത്തുകയും ചെയ്തു. ഇവിടെ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അറ്റാക്ക് പലപ്പോഴും വന്നിട്ടുള്ളത് റൈറ്റ് വിങ്ങിലൂടെയാണ്. പുതുതായിട്ട് സൈൻ ചെയ്തിട്ടുള്ള കൂനി ആയാലും അതുകൂടാതെ എംബ്യൂമ ആയാലും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഇന്ന് കൊണ്ടുവന്നു. മറ്റൊരു എടുത്തു പറയേണ്ട പേരാണ് പാട്രിക് ഡോർഗു. എനിക്ക് തോന്നുന്നു ഒരു അസറ്റായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ്. എസ്പെഷ്യലി ഫിസിക്കലി നല്ല രീതിയിൽ തന്നെ ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഡോർഗുനുണ്ട്. പലപ്പോഴും ഡ്രിബിൾ ചെയ്തായാലും ബോൾ ഗാർഡ് ചെയ്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. യുണൈറ്റഡ് ലോങ് ബോൾ ആയാലും അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ടുള്ള ബോളുകളൊക്കെ എംബ്യൂമയിലേക്ക് എത്തിക്കുക. എംബ്യൂമ റൈറ്റ് വിങ്ങിലൂടെ ആ ബോളുമായിട്ട് മുമ്പോട്ട് പോയി. പക്ഷെ കട്ട് ചെയ്ത് അകത്ത് കയറാൻ നോക്കുമ്പോൾ ആ ഫൈനൽ കണക്ഷൻ ആണ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇപ്പോൾ ക്രോസുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ക്രോസുകളും ഓവർ ഷോട്ടാണ്, അത് പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. പിന്നെ ക്ലിനിക്കലായിട്ട് ഒരു ബോള് കാലിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഫൈനൽ തേർഡിൽ യുണൈറ്റഡിന് കഴിയുന്നില്ല. ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. ഇതിപ്പോ ക്ലോസ് റേഞ്ച് കിട്ടിയിട്ടുള്ള ചാൻസ് 1-2 ചാൻസുകളൊക്കെ കൺവേർട്ട് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ ആർസണലിന് നമ്മളിവിടെ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. സലീബ, ഗബ്രിയേൽ, ബെൻ വൈറ്റ് ഒക്കെ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുകൊണ്ട് ഈ ഷോട്ടുകൾ പ്രിവെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ബ്ലോക്കുകൾ ഇടുന്നുണ്ടായിരുന്നു. ഒരു 1-to-1 പ്രസ്സിങ്ങിനൊക്കെ തയ്യാറായിട്ട് തന്നെയാണ് ആർസണൽ ഡിഫൻഡേഴ്സ് ഉണ്ടായിരുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. എന്നാൽ യുണൈറ്റഡിന് 19ഓളം ചാൻസുകൾ ഈ മത്സരത്തിൽ കിട്ടി. ഒരുപാട് ഷോട്ടുകൾ സെക്കൻഡ് ഹാഫിലൊക്കെ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ യുണൈറ്റഡിന് കഴിഞ്ഞു. പക്ഷേ ഡേവിഡ് റായെ ബീറ്റ് ചെയ്യാൻ അവസാന നിമിഷം വരെ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കണ്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ യോക്കറേഷിന്റെ കാര്യം നമ്മളൊന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ആർസണലിലേക്ക് വന്നതിന് ശേഷം പ്രീമിയർ ലീഗിലെ ആദ്യത്തെ മത്സരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വലിയ പെർഫോമൻസ് ഒന്നും യോക്കറേഷിന്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പുള്ളി
ലാസ്റ്റ് ടച്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിസിഷൻ മേക്കിങ്ങിൽ എന്തൊക്കെയോ കൺഫ്യൂഷൻ ഉള്ളത് പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. കാരണം എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ കൗണ്ടറിനുള്ള ചാൻസുകൾ യോക്രേഷ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ സ്പീഡും ബോൾ ക്യാരിങ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ ബോക്സിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു 2 മിനിറ്റ് ടച്ച് എടുക്കുന്നത് പുള്ളിക്ക് പണിയാകുന്നുണ്ട്. എസ്പെഷ്യലി യുണൈറ്റഡ് റിട്രീവ് ചെയ്തിട്ടുള്ള പന്തുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഷോട്ട് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് യോക്രേഷ് വന്നിട്ട് അടുത്തൊരു ടച്ച് എടുക്കുന്നത്. അപ്പോഴേക്കും ഡിഫൻഡേഴ്സ് ക്ലോസ് ഡൗൺ ചെയ്യും, ആ ബോൾ അവിടുന്ന് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. കുറച്ചുകൂടി ഷോട്ടുകൾ ആർസനലിന്റെ സൈഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. രണ്ട് ടീമിൽ നിന്നും ഇപ്പോൾ കായ ഹവേർട്സിനെ ആർസനൽ കൊണ്ടുവന്നു. 1-2 ഹാഫ് ചാൻസുകൾ ആർസനൽ ക്രിയേറ്റ് ചെയ്തു. യുണൈറ്റഡ് അവസാന ഘട്ടം വരെ ഒരു ഗോളിനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പാട്രിക് ഡോർഗുവിന്റെ കോൺട്രിബ്യൂഷൻ ബ്രില്യൻ്റ് ആയിരുന്നു. പുള്ളി എനിക്ക് തോന്നുന്നു യുണൈറ്റഡിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അവസാനം മഗ്വയറൊക്കെ കൊണ്ടുവന്നു, സെറ്റ് പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ആർസനലിന്റെ കോട്ട് ബ്രേക്ക് ചെയ്യാൻ യുണൈറ്റഡിന് കഴിഞ്ഞില്ല. പക്ഷെ ഇന്നത്തെ പോസിറ്റീവ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 60% കൂടുതൽ പൊസിഷൻ കൺട്രോൾ ചെയ്തത് യുണൈറ്റഡ് ആണ്. 19ഓളം ചാൻസുകൾ ഉണ്ടായിരുന്നു. ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. ഇപ്പോൾ 18 യാർഡ് ബോക്സിന് പുറത്തുനിന്ന് ഷോട്ടുകൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. റൈറ്റ് വിങ്ങിൽ നിന്ന് ക്രോസുകൾ വരുന്നുണ്ടായിരുന്നു. ഫൈനൽ മൊമെന്റിൽ കുറച്ചുകൂടി ക്ലിനിക്കൽ ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എംബിയും ഒക്കെ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ആർസനലിനെ സംബന്ധിച്ചിടത്തോളം ക്ലീൻ ഷീറ്റ്, 1-0 വിക്ടറി, 3 പോയിന്റ്, അതിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രോ എങ്കിലും പിടിക്കാൻ പറ്റാവുന്ന മത്സരമായിരുന്നു. പക്ഷേ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു പോസിറ്റീവ്സ് കണക്കിലെടുത്ത് അടുത്ത മത്സരത്തിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കൂടെ അവർക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.